യമുന. അത് കണ്ടോ? നോക്ക് നോക്ക് അവിടെ. എന്താ കൃഷ്ണ, അത് ഗംഗയും യമുനയല്ലേ? ആ ഗോദാവരി, ഒന്ന് പതിതപാവന ഗംഗ, മറ്റേത് സൂര്യപുത്രി യമന്റെ സഹോദരി യമുന. അവിടെ നോക്ക്, അത് കൃഷ്ണയും ഗോദാവരിയുമല്ലേ? ആ അതെ, എനിക്ക് തോന്നുന്നു അവർ നമ്മെ കുറിച്ച് സംസാരിക്കുകയാണെന്ന്. ഒരുപക്ഷെ അവരും നമ്മെ പോലെ പാർവതി അണിയിക്കാൻ വന്നതാകും. വാ പോകാം. സ്വാഗതം ഗോദാവരിക്കും കൃഷ്ണയ്ക്കും. നിങ്ങൾ രണ്ടും പാർവതിയെ ഒരുക്കുവാൻ വന്നതാണല്ലേ? വരൂ, പാർവതി അണിയിക്കാം. ഇന്ന് പാർവതിയുടെ രൂപം അലൗകികമാകും. അത് കണ്ട് നാം എല്ലാം ധന്യരാകും. വരൂ, നടക്കാം. നടക്കാം. ഇനി നമുക്ക് ചെയ്യാനായി എന്താണ് ശേഷിക്കുന്നത്? എല്ലാ അലങ്കാരവും അപ്സരസുകൾ ചെയ്തു കഴിഞ്ഞു. ആരെ അപ്സരസുകൾ അലങ്കരിക്കുന്നുവോ ആ രൂപം ശബ്ദാതീതവും വർണ്ണനാതീതവുമാകും. ബ്രഹ്മാവിനോടും ശ്രീഹരി വിഷ്ണുവിനോടും നമുക്ക് ആവശ്യപ്പെടണം, അവർ ശിവന്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന്. പാർവതിയുടെ ഈ രൂപം കണ്ട് അവർക്ക് ആലസ്യം വന്നു പോയാലോ? വന്നാലും ശ്രീ വിഷ്ണു, ദേവി ലക്ഷ്മി, പരംപിത ബ്രഹ്മദേവ, ദേവി സരസ്വതി, നിങ്ങൾക്കെല്ലാം നന്ദിയുടെ സ്വാഗതം. ഭഗവാൻ ശിവശങ്കരൻ ജയിക്കട്ടെ! സദാശിവൻ ഭഗവാൻ ശിവശങ്കരൻ വിശ്വനാഥൻ ജയിക്കട്ടെ! ഹര ഹര മഹാദേവ! ഹര ഹര മഹാദേവ! ഹര ഹര മഹാദേവ! നാം ജയം മുഴക്കുന്ന ആൾ ഇപ്പോൾ എവിടെയാണ്? അലങ്കാരത്തിലായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ അലങ്കരിക്കാനല്ലേ നാം വന്നത്? ഇല്ലില്ലേ ദേവി, സ്വാമി അങ്ങനെ അലങ്കാരം ചെയ്യുകയില്ല. വിവാഹത്തിന് പുറപ്പെടുകയല്ലേ, വരനായിട്ട് അലങ്കാരം വേണ്ടെന്നുണ്ടോ? അലങ്കാരം വേണ്ട എന്ന് ആര് പറഞ്ഞു? അലങ്കാരം അലങ്കാരം തന്നെ. വിവാഹത്തിന് മുൻപ് ഏത് വരനും ചെയ്യേണ്ടതുണ്ട്. അതെ നന്ദി, ദേവി സരസ്വതി സത്യമാണ് പറഞ്ഞത്. ഈ ഒരവസരമല്ലേ ഉള്ളൂ വരന് അലങ്കരിക്കപ്പെടാൻ. പക്ഷെ ഭഗവാൻ ചെയ്യേണ്ടത് എന്തായാലും ഭഗവാൻ പരമേശ്വരൻ ചെയ്യേണ്ടതല്ലേ? പക്ഷെ അദ്ദേഹത്തിന് അലങ്കാരം സ്വീകാര്യമല്ല. അപ്പോൾ അദ്ദേഹം അലങ്കാരമില്ലാതെ വരനായി ചെല്ലുമോ? അങ്ങനെ വരാറില്ല. വരൻ അലങ്കാരമില്ലാതെ തീർച്ചയായും ചെയ്യും, പക്ഷെ തന്റെ സവിശേഷ രീതിയിൽ. പക്ഷെ എങ്ങനെ? വിഭൂതി കൊണ്ട്. നാരായണ നാരായണ! ഭഗവാൻ വിശ്വനാഥന്റെ വിഭൂതിയാൽ അലങ്കൃതമായ ഭവ്യരൂപം എത്ര അത്ഭുതകരമായിരിക്കും! നാരദ, ഇടയ്ക്ക് ചില ശുഭകർമ്മങ്ങളും ചെയ്തുകൂടെ? പ്രഭു, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ സദാ അശുഭകാര്യമാണോ ചെയ്യുന്നത്? തർക്കിക്കാനല്ല, കാര്യം ചെയ്യൂ. നീ ഉടനെ ഹിമവൽ കൊട്ടാരത്തിൽ ചെന്ന് വിവാഹ സംഘത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. കൽപ്പന പോലെ പ്രഭു. സേവകനിത ഉടനെ പുറപ്പെട്ടു കഴിഞ്ഞു. നാരായണ നാരായണ! വേഗം വേണം, നിങ്ങൾ വേഗം വരും, വേഗം വേണം. ബാക്കി ധാരാളം പണിയുണ്ട്. താമസിപ്പിക്കണ്ട. ഇതുപോലെ പിന്നെ നാരായണ നാരായണ! ദേവശ്രീ പ്രണാമം. പറയൂ ദേവശ്രീ, മണ്ഡപം നോക്കിയോ? എങ്ങനെയുണ്ട്? മഹാറാണി, അവിടുന്ന് 3 ലോകത്തിലും ദുർലഭമായ സുന്ദര ശിവരൂപം ദർശിച്ചെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു അവിടത്തേക്ക് വരനെ ഇഷ്ടമായോ എന്ന്. ഇവിടുത്തെ സുന്ദര മണ്ഡപത്തിൽ അതിസുന്ദരി പാർവതി സുന്ദരനായ ശിവനൊത്ത് പ്രവേശിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സൗന്ദര്യം മുഴുവനും അവിടെ ജ്വലിച്ചു നിൽക്കുന്നുണ്ടാകും. അതെ, അങ്ങ് സൗന്ദര്യം ദർശിക്കുമെന്ന് ഉറപ്പ്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യാൻ വന്ന കാര്യം എന്താകും? നാരായണ നാരായണ! അവിടുന്ന് എന്ത് ചെയ്യാനാണ് വന്നത്? ഹിമാലയ രാജ, ഞാൻ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ ആജ്ഞയനുസരിച്ച് വിവാഹ സംഘത്തിന്റെ സ്വീകരണത്തിനായി ഇവിടെ വന്നതാണ്. എനിക്ക് 2 പക്ഷവും ബന്ധുക്കളാണല്ലോ.
വരന്റെ പക്ഷവും വധുവിന്റെ പക്ഷവും എന്നെ സ്വന്തമായി കരുതുന്നു. അത് പിന്നെ സത്യവുമാണ്. ദേവർഷേ, വരന്റെ സംഘത്തെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അതിഥികളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ഉണ്ട്. നമ്മുടെ അതിഥികൾക്ക് ഒരു കഷ്ടവും ഉണ്ടാകില്ല. അങ്ങക്ക് വേണമെങ്കിൽ സ്വയം നിരീക്ഷിക്കാം. ഹിമാലയ രാജ, അവിടുത്തെ വാക്കുകൾ കൊണ്ടുള്ള വിവരണം കേട്ട ശേഷം ഞാനിനി എന്ത് നിരീക്ഷിക്കാനാണ്? വിവാഹ സംഘം ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കും. സ്വയം നന്ദി മേലെറിയുന്നു ഡമരുധാരി തിരുവെളിക്കെഴുന്നള്ളുകയായി. ആരും മോഹിക്കുന്ന രൂപം കയ്യിൽ വിളങ്ങും ത്രിശൂലം ഇന്നു വെളിക്കെഴുന്നള്ളുകയായി. ഗംഗാധരൻ എഴുന്നള്ളുകയായി. ഹർഷാശ്ലേഷിതരായി വണങ്ങി വിഷ്ണു ഇന്ദ്രനും നാരദമുനിയും. ഹർഷാശ്ലേഷിതരായി വണങ്ങി വിഷ്ണുമിന്ദ്രനും നാരദമുനിയും. കേൾപ്പു ദേവർഷികളുടെ ഗാനം, കേൾപ്പു ദേവർഷികളുടെ ഗാനം. തൻ വചനാനുസാരം ലോകഹിതകാരി ശിവൻ വെളിക്കെഴുന്നള്ളുകയായി. മോഹിക്കുന്ന രൂപം കയ്യിൽ വീഴങ്ങും ത്രിശൂലം ഇന്നു വെളിക്കെഴുന്നള്ളുകയായി. ഗംഗാധരൻ എഴുന്നള്ളുകയായി. വരനോടൊപ്പം ഭൂതഗണങ്ങളും അവധൂതരും യാത്രികരായി. വരനോടൊപ്പം ഭൂതഗണങ്ങളും അവധൂതരും യാത്രികരായി. യമദൂതരും അങ്ങാർപ്പു വിളിച്ചു. തനുവിൽ വിഭൂതി പൂശി തൊടു തിലകം ചാർത്തി ഭയദോഷം അകറ്റിടാനായി. മോഹിക്കുന്ന രൂപം കയ്യിൽ വീഴങ്ങും ത്രിശൂലം ഇന്നു വെളിക്കെഴുന്നള്ളുകയായി. ഗംഗാധരൻ എഴുന്നള്ളുകയായി. താളമേളഘോഷങ്ങൾ ഉയർന്നു. പ്രേതപിശാചുക്കൾ നൃത്തം ചെയ്തു. താളമേള ഘോഷങ്ങൾ ഉയർന്നു. പ്രേതപിശാചുകൾ നൃത്തം ചെയ്തു. സുരാസുരാദികൾ പൂമഴ പെയ്തു. മൂവുലകും ആനന്ദ നടനങ്ങളാടി ഹിമഗിരി നിറപാവനമായി. മോഹിക്കുന്ന രൂപം കയ്യിൽ വീഴങ്ങും ത്രിശൂലം ഇന്നു വെളിക്കെഴുന്നള്ളുകയായി. ഗംഗാധരൻ എഴുന്നള്ളുകയായി. ബ്രഹ്മമംഗളവാണി മുഴങ്ങി പുഷ്പവൃഷ്ടിക്ക് നരരും തൂകി. ബ്രഹ്മമംഗളവാണി മുഴങ്ങി പുഷ്പവൃഷ്ടിക്ക് നരരും തൂകി. ദിക്കുകളെട്ടും അലങ്കൃതമായി. മുഖകമലത്തിൽ മൃദുഹാസവുമായി നീലകണ്ഠനെഴുന്നള്ളുകയായി. മോഹിക്കുന്ന രൂപം കയ്യിൽ വീഴങ്ങും ത്രിശൂലം ഇന്നു വെളിക്കെഴുന്നള്ളുകയായി. ഗംഗാധരൻ എഴുന്നള്ളുകയായി. ഹിമവാൻ കന്യാദാനം ചെയ്യും. പാർവതി നെടുമംഗല്യം ചൂടും. ഹിമവാൻ കന്യാദാനം ചെയ്യും. പാർവതി നെടുമംഗല്യം ചൂടും. ശിവശക്തികളൊന്നായെന്നാകിൽ അഖിലം അതിമംഗളമണി വിളക്കിൻ പ്രഭയണിയും പരാമൃതമലിയും. മോഹിക്കുന്ന രൂപം കയ്യിൽ വീഴങ്ങും ത്രിശൂലം ഇന്നു വെളിക്കെഴുന്നള്ളുകയായി. ഗംഗാധരൻ എഴുന്നള്ളുകയായി.